ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിലെ പാർട്ട് 2 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് 10 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് റിമൈനിങ് 10 ക്വസ്റ്റ്യൻസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഞാൻ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ യൂഷ്വലി സെക്ഷൻ എ, സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലുമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറ് അല്ലേ. അതിനകത്ത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ സിയിലുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 3 വീഡിയോയിൽ ആണ് ഉള്ളത്. ഓക്കെ, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എലോങ് വിത്ത് ദാറ്റ് ഐഡൻറ്റിറ്റീസും ആംഗിൾസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എന്താണിപ്പം 60 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 60 ആൻഡ് 30 ആർ കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഓക്കെ, അനദർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആംഗിൾ 40 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 40 ആൻഡ് 50 ആർ കോംപ്ലിമെൻ്ററി ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെഫിനിഷൻ വരിക? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ the angles that sum up to 90 degree അല്ലേ. in general we can say that if angle A plus angle B is equal to 90 degree ആണെങ്കിൽ angle A and angle B are complementary angles. okay, the angles are complementary if they add up to 90 degree. അതാണ് ഡെഫിനേഷൻ അല്ലേ. നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈനിന് ഇവിടെ നമുക്ക് sin 30 എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സൈനിന് ഇൻ ടേംസ് ഓഫ് കോസ് എഴുതണം. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് സൈൻ ആൻഡ് കോസ് ആർ കോംപ്ലിമെൻ്ററി അല്ലേ. ഓക്കെ, അപ്പോൾ സൈനിന് കോസ്, അപ്പോൾ ആംഗിൾ എന്താവും? ഇവിടെ 30 ആണ്. 30ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 30 പ്ലസ് 60 ആണ് ഈക്വൽ ടു 90 അല്ലേ. സോ 30ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, സൈനിൻ്റെ കോംപ്ലിമെൻ്ററി കോസ് 30ൻ്റെ കോംപ്ലിമെൻ്ററി 60 അല്ലേ. 30 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ സൈൻ 30 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോസ് 60 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ ഇക്വേഷൻ ഉള്ളത്? സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ്? സൈൻ ആംഗിൾ 30 ആണ്. സോ put theta is equal to 30 ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ എന്താവും? സൈൻ 30 is equal to cos 90 minus 30 equal to 90 minus 30 എത്രയാ? 60 equal to cos 60. സൈൻ 30 equal to cos 60. അതിനല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇവിടെ കോസിന്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? കോസ് 25 ആണ് അല്ലേ. അപ്പോൾ കോസിന് നമ്മൾ ഇൻ ടേംസ് ഓഫ് സൈൻ എഴുതണം. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോസിൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? സൈൻ ആണ്. ഓക്കെ, ഇനി 25ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 65 ആണ് അല്ലേ. ബിക്കോസ് 65 പ്ലസ് 25 എത്രയാ? 90 ആണ്. 65 പ്ലസ് 25 ഇസ് ഈക്വൽ ടു 90. അപ്പോൾ 25ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ 65 ആണ്. ഓക്കെ, ഈ സെയിം തന്നെ നമുക്കൊന്ന് ഇക്വേഷനിൽ ചെയ്ത് നോക്കാം. ഓക്കെ, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ്? 25 ആണ് അല്ലേ. പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 25. So cos 25 is equal to sin 90 minus theta equal to 25. 25 equal to sin 65. 90 minus 25 is 65. So cos 25 is equal to sin 65. Okay. ഇതുപോലെ നമുക്ക് റിമൈനിങ് റേഷ്യോസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? കൊസീക് 10 ആണ്.
കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു സീക്ക് 90 മൈനസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ കൊസീക്കിൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? സീക്ക്. നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? 10ൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? 10 പ്ലസ് 80 ഈക്വൽ ടു 90 ആണ് അല്ലേ. 80. സോ കൊസീക് 10 ഇസ് ഈക്വൽ ടു സീക്ക് 80 ആണ്. ഓക്കെ. ഇനി സീക്ക് 15 കൊസീക്കിൻ്റെ ടേമിൽ കൺവേർട്ട് ചെയ്യണം. സോ സീക്ക് 15, അപ്പോൾ സീക്കിൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? കൊസീക്ക്. 15ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 15 പ്ലസ് 75 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ കൊസീക്ക് 75. ഓക്കെ. ഇനി ടാൻ 35 ആണ്. ടാനിൻ്റെ കോംപ്ലിമെൻ്ററി ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ ടാനിൻ്റെ കോംപ്ലിമെൻ്ററി കോട്ട്. ഓക്കെ. ഇനി 35ൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? 35 പ്ലസ് 55 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. സോ ഈക്വൽ ടു കോട്ട് 45. നെക്സ്റ്റ് കോട്ട് 50 ഈക്വൽ ടു ടാൻ 15ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 50 പ്ലസ് 40 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് തീറ്റക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ. ഇതാ ഈ സ്റ്റെപ്സ് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ടോട്ടൽ ടൈപ്പ് 1ൽ ഞാൻ 4 ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാറ്റേണിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, cos 75 by sin 15 plus sin 12 by cos 78 minus cos 18 by sin 72. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാനിത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഒരു ലെസ് ദാൻ 5 സെക്കൻഡ്സ് കൊണ്ട് നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ. അപ്പോൾ ഈക്വൽ. ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഈ സിമ്പിൾ ട്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ. ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേം എന്താണ്? cos 75 by sin 15 ആണ്. ഓക്കെ. കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ് നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് 75 പ്ലസ് 15 എന്താണ്? 90 ആണ്. അതും കോംപ്ലിമെൻ്ററി ആണ്. സോ നമുക്കിപ്പോൾ cos 75 ഈക്വൽ ടു sin 15 ആയിരിക്കും അല്ലേ. cos 75 ഈക്വൽ ടു sin 15 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ക്യാൻസൽ ചെയ്താൽ റിമൈനിങ് 1 വരും അല്ലേ. നെക്സ്റ്റ് ഇതേപോലെ sin 12 സെക്കൻഡ് ടേം എന്താണ്? sin 12 by cos 78 ആണ്. അപ്പോൾ സൈനും കോസും കോംപ്ലിമെൻ്ററി ആണ് അല്ലേ. അതേപോലെ 12 പ്ലസ് 78 എന്താണ്? 90 ഡിഗ്രി. ദാറ്റ് മീൻസ് sin 12 is equal to sin cos 78. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ. നെക്സ്റ്റ് എന്താണ്? തേർഡ് ടേം cos 18 by sin 72 ആണ്. കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 18 പ്ലസ് 72 ഈക്വൽ ടു 90 ആണ്. ദാറ്റ് മീൻസ് 18 ആൻഡ് 72 ആർ കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഓക്കെ. അപ്പോൾ എന്ത് പറയാം? cos 18 ഈക്വൽ ടു sin 72 ആണ്. ഓക്കെ. അപ്പോൾ എഗെയിൻ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? 1 പ്ലസ് 1 മൈനസ് 1. 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്താൽ കോസും സൈനും കോംപ്ലിമെൻ്ററി നമുക്കറിയാം. നെക്സ്റ്റ് എന്ത് ചെയ്യുക? 75 പ്ലസ് 15 ഒന്ന് ചെയ്ത് നോക്കുക. 75 പ്ലസ് 15 90 ഡിഗ്രി കിട്ടിയാൽ എന്താണ്? 75 ആൻഡ് 15 ആർ കോംപ്ലിമെൻ്ററി ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ. ഫസ്റ്റ് ടേമിൽ എന്താണ്? നമുക്ക് ഈ കോസിന് ഇൻ ടേംസ് ഓഫ് സൈൻ എഴുതാം. ഓക്കെ. അതിന് നമ്മൾ ഇക്വേഷൻ എന്താണ്? cos തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റയാണ്. ഓക്കെ. ഇവിടെ എന്താണ്? cos 75 ആണ് അല്ലേ. സോ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 75. ഓക്കെ. അപ്പോൾ cos 75 is equal to sin 90 minus theta. Theta equal to 75. 90 minus 75 equal to sin 90 minus 75 is 50. Okay. അപ്പോൾ cos 75 equal to sin 15 എന്ന് വന്നു. നമ്മൾ ഫസ്റ്റ് ടേം എന്താണ്? cos 75ൻ്റെ പ്ലേസിൽ നമുക്ക് sin 15 എഴുതാം അല്ലേ. ഈക്വൽ ടു sin 15
by sin 15. ഓക്കെ പ്ലസ് ഇനി സെക്കൻഡ് ടേമിൽ നമുക്ക് സൈൻ 12നെ കൺവേർട്ട് ചെയ്യാം അല്ലേ ഏതെങ്കിലും സൈൻ 12നെയോ അല്ലെങ്കിൽ കോസ് 78നെയോ ഏതെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി നമുക്ക് സൈനിനെ കൺവേർട്ട് ചെയ്യാം ഓക്കെ അപ്പം വി ഹാവ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ ഓക്കെ ഇവിടെ എന്താണ് സൈൻ 12 ആണ് അല്ലേ സോ പുട്ട് തീറ്റ ഈക്വൽ ടു 12 അപ്പോൾ സൈൻ 12 ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ ദാറ്റ് ഇസ് മൈനസ് 12 അല്ലേ തീറ്റ ഈക്വൽ ടു 12 മൈനസ് 12 90 മൈനസ് 12 എത്രയാണ് കോസ് 78 അല്ലേ കോസ് 78 ഓക്കെ അപ്പോൾ സൈൻ 12 ഇസ് ഈക്വൽ ടു കോസ് 78 എന്ന് കിട്ടി അപ്പോൾ സൈൻ 12ൻ്റെ പ്ലേസിൽ നമുക്ക് കോസ് 78 എഴുതാം കോസ് 78 ബൈ കോസ് 78 നെക്സ്റ്റ് മൈനസ് കോസ് 18 ബൈ സൈൻ 72 നമുക്ക് കോസ് 18നെ കൺവേർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ വി ഹാവ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 minus theta so put theta is equal to 18 അല്ലേ 18 so cos 18 equal to sin 90 minus 18 equal to sin 90 minus 18 is equal to 72 okay 90 minus 80 10 2 8 72 ഓക്കെ അപ്പോൾ കോസ് 18ൻ്റെ പ്ലേസിൽ നമുക്ക് സൈൻ 72 കൊടുക്കാം സൈൻ 72 ബൈ സൈൻ 72 ഈക്വൽ ടു സൈൻ 15 ബൈ സൈൻ 50 1 അല്ലേ പ്ലസ് കോസ് 78 ബൈ കോസ് 78 അഗെയിൻ 1 മൈനസ് sin 72 by sin 72 1 equal to 1 minus 1 0 remaining 1 answer okay ട്രിക്സ് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ MCQസിൻ്റെ കേസിൽ നമുക്ക് സ്റ്റെപ്സ് ആവശ്യമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രിക്സ് യൂസ് ചെയ്യാം അതേപോലെ ഇനി സ്റ്റെപ്സ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിലാണെങ്കിൽ പോലും ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെസ് ദാൻ 5 സെക്കൻഡ്സ് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആൻസർ കൺഫേം ചെയ്യാനെങ്കിലും നമുക്ക് യൂസ് ചെയ്തൂടെ ട്രിക്സ് ഓക്കെ അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ സീക്ക് 70 ബൈ കൊസിക് 20 പ്ലസ് സൈൻ 59 ബൈ കോസ് 31 ഓക്കെ ഇത് നോക്കിയേ സീക്കും കൊസിക്കും കോംപ്ലിമെൻ്ററി ആണ് 70 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി സോ 70 ആൻഡ് 20 ആർ കോംപ്ലിമെൻ്ററി ആംഗിൾസ് സോ സീക്ക് 70 ഈക്വൽ ടു കൊസിക് 20 ആയിരിക്കും അല്ലേ നെക്സ്റ്റ് സോ അത് 1 ആയിരിക്കും അല്ലേ പ്ലസ് സൈൻ 59 ബൈ കോസ് 31 ആണ് സെക്കൻഡ് ടേം സൈൻ ആൻഡ് കോസ് ആർ കോംപ്ലിമെൻ്ററി 59 പ്ലസ് 31 എത്ര 90 ആണ് സോ സൈൻ 59 ഇസ് ഈക്വൽ ടു കോസ് 31 ആണ് സോ ആൻസർ എത്രയാണ് 2 ഓക്കെ ഒന്ന് എക്സ്പ്ലനേഷൻ നോക്കാം ഫസ്റ്റ് ടേം എന്താണ് സീക്ക് 70 ബൈ കൊസിക് 20 ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സീക്ക് 70നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് കൊസീക്ക് നോക്കാം സീക്കിൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ് കൊസീക്കാണ് അല്ലേ ആൻഡ് 70ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ് 70 പ്ലസ് 20 ഈക്വൽ ടു 90 ഡിഗ്രിയാണ് സോ കൊസീക്ക് 20 സോ സീക്ക് 70 ഈസ് ഈക്വൽ ടു കൊസീക്ക് 20 ആണ് അല്ലേ അപ്പോൾ സീക്ക് 70ൻ്റെ പ്ലേസിൽ നമുക്ക് ഈക്വൽ ടു കൊസീക്ക് 20 ബൈ കൊസീക്ക് 20 പ്ലസ് നെക്സ്റ്റ് ടേം സൈൻ 59 ബൈ കോസ് 31 നമുക്ക് സൈൻ 59നെ കൺവേർട്ട് ചെയ്യാം സൈൻ 59 ഇസ് ഈക്വൽ ടു സൈനിൻ്റെ കോംപ്ലിമെൻ്ററി കോസ് 59ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ് 90 മൈനസ് 59 131 ഓക്കെ സോ 59 പ്ലസ് 31 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി സോ സൈൻ 59 ഇസ് ഈക്വൽ ടു കോസ് 31 ആണ് സൈൻ 59ൻ്റെ പ്ലേസിൽ നമുക്ക് കോസ് 31 എന്ന് എഴുതാം കോസ് 31 ബൈ കോസ് 31 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1
പ്ലസ് 1 ഈക്വൽ ടു 2. ഓക്കെ, ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നില്ലേ, അതിൽ നമുക്ക് നോക്കാം. ഇത് ഇത്രമാത്രം ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, cos 70 by sin 20 plus cos 59 by sin 31 minus 8 sin square 30 equal to കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 70 പ്ലസ് 20 ഈക്വൽ ടു 90 ആണ്. സോ അതും കോംപ്ലിമെൻ്ററി ആണ് അല്ലേ. സോ കോസ് 70 ഈക്വൽ ടു സൈൻ 20 ആയിരിക്കും. സോ അത് ക്യാൻസലാവും, റിമൈനിങ് 1 വരും അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് ടേം കോസ് 59 ബൈ സൈൻ 31. കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 59 പ്ലസ് 31 എത്ര 90 ആണ്. സോ അതും 1 മൈനസ് 8 ഇൻറ്റു സൈൻ സ്ക്വയർ 30 ആണ്. അപ്പോൾ സൈൻ 30ൻ്റെ വാല്യൂ നോക്കുക. സൈൻ 30ൻ്റെ വാല്യൂ എന്താണ്? 1/2. സോ സൈൻ സ്ക്വയർ 30 എന്താണ്? 1/2 സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 1 2 മൈനസ് 8/4 അല്ലേ. 1/4. 2 minus 2 is equal to 0. ഓക്കെ, പാർട്ട് 1 വീഡിയോയിൽ ഇങ്ങനെ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ സിമ്പിൾ ട്രിക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ കോസ് 35 ബൈ സൈൻ 55 പ്ലസ് സൈൻ 11 ബൈ കോസ് 79 മൈനസ് കോസ് 28 ഇൻറ്റു കൊസീക് 62. അപ്പോൾ ഫസ്റ്റ് കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 35 plus 55. 35 plus 55 is equal to 90. So 35 and 55 are complementary angles. അപ്പോൾ cos 35 is equal to sin 55 ആയിരിക്കും. 1 plus നെക്സ്റ്റ് ടേം sin 11 by cos 79 ആണ്. sin and cos are complementary. 79 plus 11 equal to 10, 7, 8, 9, 90. So 79 and 11 are complementary angles. So 1 minus next cos 28 into cosec 62 ആണ്. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക? കോസും കൊസീക്കുമായിട്ടൊരു റിലേഷൻ ഇല്ല അല്ലേ. കോസും സൈനുമാണ് കോംപ്ലിമെൻ്ററി. അപ്പോൾ നമ്മളെ എയിം എന്തായിരിക്കണം? ഈ കൊസീക്കിനെ നമുക്ക് സൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ. കൊസീക് തീറ്റ ഇസ് ഇക്വൽ ടു 1/sin തീറ്റയാണ്. ഓക്കെ, ഇത് ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? അതേപോലെ കൊസീക്കും സീക്കും കോംപ്ലിമെൻ്ററി ആണ് അല്ലേ. അതേപോലെ കോസിനെ നമുക്ക് സീക്കായിട്ട് കൺവേർട്ട് ചെയ്തൂടെ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/sec തീറ്റയാണ്. അപ്പോൾ കോസ് 28 ഇസ് ഈക്വൽ ടു 1/sec 28 ആണ്. അപ്പോൾ ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒരു കേസിൽ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം, അതായത് കൊസീക്കിനെ സൈനായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. വി നോ ദാറ്റ് കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു 1/sin തീറ്റ. അപ്പോൾ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? കൊസീക് 62 ആണ്. പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 62. അപ്പോൾ കൊസീക് 62 ഇസ് ഈക്വൽ ടു 1/sin തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു 62. സൈൻ 62 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ കൊടുത്ത് നോക്കിയേ. കോസ് 28 ഇൻറ്റു 1/sin 62. cos 28 into 1 is cos 28 by sin 62. Okay, but cos and sin are complementary. 28 plus 62 എത്രയാ? 28 plus 62 90 ആണ് അല്ലേ. 90 ആണ്. So 28 and 62 are complementary angle, which implies cos 28 equal to sin 62 ആണ്. So equal to 1 വരും അല്ലേ. സോ ഇവിടെ എന്താ വരിക? 1 plus 1 2 മൈനസ് cos 28 ഇൻറ്റു cosec 62 ഈക്വൽ ടു 1 എന്ന് വന്നു. 2 minus 1 is equal to 1 ആൻസർ. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പാറ്റേണിൽ വന്നിട്ടുള്ള, ഈ ടൈപ്പിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 42 മൈനസ് cos 48. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം സോൾവ് ഔട്ട് ചെയ്തതിനേക്കാളും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? സൈനും കോസും കോംപ്ലിമെൻ്ററി ആണ്. 42 പ്ലസ് 48 ഈക്വൽ ടു 90 ഡിഗ്രി ആണ്.
അതും കോംപ്ലിമെൻ്ററി ആണ്, വിച്ച് ഇംപ്ലൈസ് സൈൻ 42 ഇസ് ഈക്വൽ ടു കോസ് 48 ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈൻ 42 ഈക്വൽ ടു സൈനിൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? കോസ്. 42ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 42 + 48 ഈക്വൽ ടു 90 ഡിഗ്രി. സോ സൈൻ 42ൻ്റെ പ്ലേസിൽ നമുക്ക് കോസ് 48 കൊടുക്കാം. അപ്പോൾ സൈൻ 42 ഇസ് ഈക്വൽ ടു കോസ് 48 മൈനസ് കോസ് 48 ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഇവിടെ നമ്മൾ ഒന്നുകിൽ സൈനിനെ കോസിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോസിനെ സൈനിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സൈനിനെ കോസിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെന്താ ഇക്വേഷൻ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. ഓക്കെ, പുട്ട് തീറ്റ ഈക്വൽ ടു, ഇവിടെ എന്താണ്? സൈൻ 42 ആണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 42 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ 42 ഇസ് ഈക്വൽ ടു cos 90 minus 42 equal to 90 minus 42 എന്ന് പറയും 8 48. It is cos 48. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ 42ൻ്റെ പ്ലേസിൽ cos 48 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 48 മൈനസ് cos 48 ഈക്വൽ ടു 0. Okay, the detailed explanation. Second question, find the value of sin square 33 plus sin square 57. 1 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഇൻ ടേംസ് ഓഫ് സൈൻ, സൈനിൽ ഉള്ള ഐഡൻറ്റിറ്റി ഏതാണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഈ ഐഡൻറ്റിറ്റി നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എയിം എന്താണ്? ഇവിടെ ഒരു സൈൻ ടേമിന്, ഏതെങ്കിലും ഒരു സൈൻ ടേം, നമുക്ക് ഈ സെക്കൻഡ് സൈൻ ടേം എടുക്കാം. സൈൻ ടേമിന് കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെന്താണ്? ഇവിടെ നോക്കി, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, തീറ്റ സെയിം ആയിരിക്കണം അല്ലേ? അപ്പം ആംഗിൾ കൺവേർട്ട് ചെയ്യാം, ആംഗിളും സെയിം ആക്കണം. ഇപ്പോൾ 57ന് സൈൻ സ്ക്വയർ 57നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 57നെ 33 ആക്കണം. ഇതാണ് നമ്മളെ രണ്ട് എയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും അല്ലേ? സൈൻ സ്ക്വയർ 57 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ കോംപ്ലിമെൻ്ററി കോസ് ആണ്. കോസ് സ്ക്വയർ 57 പ്ലസ് 33 ആണ്. 57 പ്ലസ് 33 എത്രയാണ്? 10 9 90 ആണ്. മീൻസ് 57 ആൻഡ് 33 ആർ കോംപ്ലിമെൻ്ററി ആണ്. സോ 57ൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? 33 ആണ്. നമുക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യാം അല്ലേ? സോ സൈൻ സ്ക്വയർ 33 പ്ലസ് കോസ് സ്ക്വയർ 33 ഈസ് ഈക്വൽ ടു 1. ആൻസർ 1 ആണ്. ഓക്കെ, ഇനി നമ്മളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. സൈൻ സ്ക്വയർ, ഇവിടെ സൈൻ സ്ക്വയർ 57 ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വാല്യൂ, ഏത് ടേം വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സൈൻ സ്ക്വയർ 57 സെയിം ആസ്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സൈൻ 57 സ്ക്വയർ അല്ലേ? നമുക്ക് സൈൻ 57നെ കൺവേർട്ട് ചെയ്യാം. സൈൻ 57നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, വി ഹാവ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 57 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ സൈൻ 57 ഈക്വൽ ടു കോസ് 90 മൈനസ് 57 ഈക്വൽ ടു കോസ് 90 മൈനസ് 57 ഇസ് 33. ഓക്കെ, അപ്പോൾ നമ്മൾ സൈനിനെ കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, 57 എന്നുള്ള ആംഗിളിനെ 33 ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ? സോ സൈൻ സ്ക്വയർ 33 പ്ലസ് സൈൻ സ്ക്വയർ 57 ഈക്വൽ ടു ഒരു പോയിൻറ്റും കൂടി, അതായത് സൈൻ 57 ഈക്വൽ ടു കോസ് 33 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സൈൻ 57 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? കോസ് 33 സ്ക്വയർ ഈക്വൽ ടു കോസ് സ്ക്വയർ 33 അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
sin square 33 plus sin square 57 is equal to cos square 33. അപ്പോൾ ഫസ്റ്റ് ടേം സൈനിൽ, സെക്കൻഡ് ടേം കോസിൽ, ആൻഡ് ആംഗിൾസ് തീറ്റ ഈക്വൽ ടു 33 സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം നമുക്ക്. ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ എത്രയാണ്? 1. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, കോസ് സ്ക്വയർ 67 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 23. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ എഴുതാം. എന്താണ്? കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 67 പ്ലസ് 23 ഈക്വൽ ടു 90 ഡിഗ്രിയാണ് അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് കോസ് സ്ക്വയർ 67 ഈക്വൽ ടു സൈൻ സ്ക്വയർ 23. സോ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കിവിടെ കോസിനെ കൺവേർട്ട് ചെയ്യാം. കോസ് സ്ക്വയർ 67 ഈക്വൽ ടു കോസ് 67 സ്ക്വയർ അല്ലേ. അപ്പോൾ വി ഹാവ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. ഓക്കെ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 67. സോ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 67. സോ കോസ് 67 ഈക്വൽ ടു സൈൻ 90 മൈനസ് 67 സ്ക്വയറും കൂടിയുണ്ട്, സ്ക്വയർ ഈക്വൽ ടു 90 മൈനസ് 67 3 8 23 അല്ലേ. ഈക്വൽ ടു സൈൻ 23 സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ 23. ഓക്കെ. അപ്പോൾ കോസ് സ്ക്വയർ 67 ഈക്വൽ ടു സൈൻ സ്ക്വയർ 23 നമുക്ക് കിട്ടി. സോ കോസ് സ്ക്വയർ 67 മൈനസ് സൈൻ സ്ക്വയർ 23 ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ 67ൻ്റെ പ്ലേസിൽ നമുക്ക് സൈൻ സ്ക്വയർ 23 എന്ന് എഴുതാം അല്ലേ. സൈൻ സ്ക്വയർ 23 മൈനസ് സൈൻ സ്ക്വയർ 23 ഈക്വൽ ടു 0. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 3 cot 40 by tan 50 minus 1/2 cos 35 by sin 35. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? cot 40 by tan 50. കോട്ടും ടാനും കോംപ്ലിമെൻ്ററി ആണ്. 40 പ്ലസ് 50 ഈക്വൽ ടു 90 ഡിഗ്രി, അതും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. സോ cot 40 ഈക്വൽ ടു tan 50 ആണ് അല്ലേ. സോ 3 മൈനസ് 1/2 ഇൻറ്റു cos 35 by sin 55. കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 35 പ്ലസ് 55 കോംപ്ലിമെൻ്ററി ആണ്. സോ cos 35 ഈക്വൽ ടു sin 55 ആയിരിക്കും. സോ ആൻസർ 3 മൈനസ് 1/2 ദാറ്റ് ഈസ് 6 മൈനസ് 1/2. LCM എടുത്താൽ 6 മൈനസ് 1/2 ദാറ്റ് ഈസ് 5/2 അല്ലേ. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേമിൽ cot 40നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ. സോ cot 40 equal to, we have cos theta is equal to tan 90 minus theta. Okay. അപ്പോൾ ഇവിടെ theta equal to 40 ആണ്. So put theta is equal to 40. Sorry, cot. So cot 40 equal to tan 90 minus 40. Theta equal to 40 ആണ്. Equal to tan 90 മൈനസ് 40 എത്രയാണ്? 50. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇത്. അപ്പോൾ നമുക്കിവിടെ കോസ് 35നെ കൺവേർട്ട് ചെയ്യാം. വി നോ ദാറ്റ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 35 അല്ലേ. 35. സോ കോസ് 35 ഇസ് ഈക്വൽ ടു സൈൻ 90 minus 35. 90 minus 35 is 55 equal to sin 55. Okay. അപ്പോൾ നമുക്ക് cot 40ൻ്റെ പ്ലേസിൽ sin 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 35ൻ്റെ പ്ലേസിൽ sin 55 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 cot 40 by tan 50 minus 1/2 cos 35 by sin 52 equal to 3 into cot 40 equal to tan 50 ആണ്. സോ tan 50 by tan 50 minus
1/2 cos 35. Cos 35 is equal to sin 55. Sin 55 by sin 55 equal to 3. Tan 15 cancel. So 3 minus 1/2 equal to LCM into 2 into 2. 3 into 2 is equal to 6 minus 1/2. 1 into 2, 2 equal to 5/2. Okay. Question number 5. Write the value of sin square 30 plus cos square 60. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഐഡൻറ്റിറ്റി എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? കാരണം എന്താണ്? ഇവിടുത്തെ ആംഗിൾ 30 ആണ് ആൻഡ് ഇവിടെ 60 ആണ്. ആംഗിൾ സെയിം അല്ല. സോ നമുക്ക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് കോസിന് ഇൻ ടേംസ് ഓഫ് സൈൻ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൈനിനെ ഇൻ ടേംസ് ഓഫ് കോസ് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ആംഗിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? നമുക്കിവിടെ കോസിന് ഇൻ ടേംസ് ഓഫ് സൈൻ കൺവേർട്ട് ചെയ്യാം. അതായത് കോസ് സ്ക്വയർ 60 ഇസ് ഈക്വൽ ടു കോസിൻ്റെ എന്താ കോംപ്ലിമെൻ്ററി സൈൻ സ്ക്വയർ 60 പ്ലസ് 30 ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഓക്കെ. സൈൻ സ്ക്വയർ ഇപ്പോൾ കോസ് സ്ക്വയർ 60 ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 30 ആണ്. So sin square 30 plus sin square 30 is equal to 2 sin square 30. Okay, that is 2 into sin 30 ന്റെ വാല്യൂ എന്താണ്? 1/2. So sin square 30 1/2 square. That is 2 into 1/4. 1 into 1 1/2 ആൻസർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സൈനിന് കോസ് ആയിട്ട് ഇൻ ടേംസ് ഓഫ് കോസ് കൺവേർട്ട് ചെയ്തിട്ട് കോസ് 60ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ടൈപ്പ് 2 പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. tan 7 ഡിഗ്രി ഇൻറ്റു tan 23 ഡിഗ്രി ഇൻറ്റു tan 60 ഡിഗ്രി ഇൻറ്റു tan 67 ഡിഗ്രി ഇൻറ്റു tan 83 ഡിഗ്രി. ഓക്കെ. ഫസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ. 7 പ്ലസ് 83 tan 60 is equal to √3. ഇതാണ് ഇതിൻ്റെ ആൻസർ വരാം. ഓക്കെ. ഇതെന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഫസ്റ്റ് തരാം. ഓക്കെ. ഫസ്റ്റ് ടേം എന്താണ്? tan 7 അല്ലേ? tan 7 ഇൻറ്റു 7ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ നോക്കുക. എത്രയാണ്? 83 ആണ്. 83 പ്ലസ് 7 ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇവിടെ ഉണ്ട് അല്ലേ? tan 83 ഇൻറ്റു tan 83. ഇത് ഒരു പെയറാക്കാം. ഓക്കെ. നെക്സ്റ്റ് ടേം tan 23. tan 23 ഇൻറ്റു 23ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 67. tan 67 ഉണ്ട്. ഇത് ഒരു പെയറാക്കാം. നെക്സ്റ്റ് എന്താണ്? tan 60. അതിന് പെയറില്ല അല്ലേ? അപ്പോൾ അത് അതുപോലെ അങ്ങ് എഴുതാം. ഓക്കെ. അപ്പോൾ tan 7 ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അതായത് tan 83 tan 7 ഡിഗ്രി ഇൻറ്റു tan 83നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് കോട്ട് എഴുതാം. വി നോ ദാറ്റ് tan തീറ്റ ഇസ് ഈക്വൽ ടു 1/cot തീറ്റ ആണ് അല്ലേ? അപ്പോൾ tan 83 ഇസ് ഈക്വൽ ടു 1/cot 83 വരും അല്ലേ? സോ tan 7 ഡിഗ്രി ബൈ കോട്ട് 83 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ടാനും കോട്ടും കോംപ്ലിമെൻ്ററി ആണ്. 70 പ്ലസ് 83 ഈക്വൽ ടു 90 ഡിഗ്രി കോംപ്ലിമെൻ്ററി ആണ്. ഈക്വൽ ടു 1 അല്ലേ? ഓക്കെ. സെയിം വേ ഇവിടെ സൈൻ tan 23 ഇൻറ്റു tan 67 ആണ്. ഓക്കെ. നമുക്കവിടെ tan 67നെ ഇൻ ടേംസ് ഓഫ് കോട്ട് എഴുതിയാൽ tan 23 ഇൻറ്റു tan 67നെ ഇൻ ടേംസ് ഓഫ് കോട്ട് എഴുതിയാൽ 1/cot 67 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു tan 23 ബൈ cot 67 ഈക്വൽ ടു tan ആൻഡ് cot ആർ കോംപ്ലിമെൻ്ററി. 23 പ്ലസ് 67 ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം 23 ആൻഡ് 67 ആർ ഓൾസോ കോംപ്ലിമെൻ്ററി.
which implies tan 23 is equal to cot 67. So രണ്ട് സെയിം ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് tan 60. tan 60ൻ്റെ വാല്യൂ എന്താണ്? tan 60 is equal to √3. സോ ആൻസർ എത്ര വരിക? 1 into 1 into √3, that is √3. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ? cos 70 by sin 20 plus cos 55 into cosec 35 by tan 5 into tan 25 into tan 45 into tan 65 into tan 85. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് ടേം cos 70 by sin 20 ആണ്. കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 70 plus 20 is equal to 90 ആണ്. സോ 70 and 20 are complementary angle. That means cos 70 equal to sin 20 ആണ്. 1. ഫസ്റ്റ് ടേം 1 ആയിരിക്കും. നെക്സ്റ്റ് cos 55 into cosec 35. അത് നമുക്ക് ചെയ്ത് നോക്കാം. cos 55 into cosec 35. അപ്പോൾ കോസും കൊസീക്കും തമ്മിലൊരു റിലേഷൻ നമുക്കറിയില്ല അല്ലേ. എന്ത് ചെയ്യുക? കോസും സൈനും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ cosec 35 is equal to 1 by sin 35 ആണ് അല്ലേ. cosec theta is equal to 1 by sin theta, sin 35. അപ്പോൾ എന്ത് വന്നു? cos 55 by sin 35. കോസും സൈനും കോംപ്ലിമെൻ്ററി ആണ്. 55 plus 35 is equal to 90 degree. That means 55 and 35 are complementary angle, which implies cos 55 equal to sin 35. So answer 1. 1 by the next tan 5. tan 5 ഇനി 5ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ നോക്കുക. ഏതാണ്? 85 അല്ലേ. 5 plus 85 is equal to 90 degree. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? 25. tan 25. 25ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്? 65 അല്ലേ. അപ്പോൾ tan 25 ഇൻറ്റു tan 65 ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ആൻസർ? നെക്സ്റ്റ് എന്താണ് റിമൈനിങ് എന്താണ്? tan 45. tan 45ന് പെയറില്ല അല്ലേ. അപ്പോൾ tan 45ൻ്റെ വാല്യൂ കൊടുക്കാം. ഓക്കെ. എത്രയാണ്? 1. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 1 equal to 2. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ cot 12 into cot 38 into cot 52 into cot 60 into cot 78. ഓക്കെ. ഇത് നേരത്തെ ടാനിൻ്റെ കേസിൽ ചെയ്ത അതേപോലെ ചെയ്താൽ മതി. ഈക്വൽ ടു ഫസ്റ്റ് ടേം cot 12 ഓർ ഇതന്നെ cot 12ഉം 12ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എത്രയാണ്? 12 plus 78 equal to 90 ഡിഗ്രിയാണ് അല്ലേ. 12 plus 78 90 ഡിഗ്രിയാണ്. സോ അത് രണ്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? 38. 38ൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. 90 minus 38 2 8 52. ഓക്കെ. അപ്പോൾ cot 38ഉം cot 52ഉം ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് cot 60 ആണ്. cot 60 is equal to 1 by √3. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ cos 1 into cos 2 into cos 3 into cos 4 into etc cos 90 ഈക്വൽ ടു എത്രയാണ്? ഈക്വൽ ടു 0 ആണ് അല്ല. എന്താ റീസൺ? ഇപ്പം 100 into 0 എത്രയായിരിക്കും? 0 ആണ് അല്ലേ. ഓർ 1000 into 0 ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് എനി നമ്പർ ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ cos 1 into cos 2 into cos 3 into cos 4 into etc into 0 ആണ് അല്ലേ. ബിക്കോസ് cos 90 is equal to 0. സോ ആൻസർ 0. ഇനി ഈ പാറ്റേണിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇവാലുവേറ്റ് 2 sin 68 by cos 22 minus 2 cot 15 by tan 75 minus 3 tan 40 degree tan 45 degree into tan 50 degree. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താണ്? സൈനും കോസും കോംപ്ലിമെൻ്ററി ആണ്. 68 and 22. 68 plus 22 equal to 90 degree. സോ അതും കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ sin 68 equal to cos 22 ആയിരിക്കും. ഓക്കെ. അപ്പോൾ റിമൈനിങ് എന്താണ്? 2 മൈനസ് നെക്സ്റ്റ് എന്താണ്? 2 cot 15 by tan 75. കോട്ടും ടാനും കോംപ്ലിമെൻ്ററി ആണ്. 15 plus 75 equal to
90 ഡിഗ്രി, അതും കോംപ്ലിമെൻ്ററി ആണ്, വിച്ച് ഇംപ്ലൈസ് cot 15 ഈക്വൽ ടു tan 75 അല്ലേ. ഇപ്പോൾ റിമൈനിങ് 2 മൈനസ് നെക്സ്റ്റ് 3 tan 40. tan 40ൻ്റെ കോംപ്ലിമെൻ്ററി എന്താണ്? 40 + 50 ഈക്വൽ ടു 90 ഡിഗ്രി ആണ് അല്ലേ. സോ tan 40 ഉണ്ട്, tan 50 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് tan 45. tan 45ൻ്റെ വാല്യൂ എന്താണ്? 1. സോ ഇൻറ്റു 1. ഓക്കെ, സോ 2 minus 2 0. ആൻസർ ഇസ് -3. ഓക്കെ, ഇനി നമുക്ക് നോർമൽ സ്റ്റെപ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്? 2 sin 68 by cos 22. ഓക്കെ, നമുക്ക് sin 68നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വി ഹാവ് sin theta is equal to cos 90 minus theta. ഓക്കെ, ഇവിടെ എന്താണ്? തീറ്റ ഈക്വൽ ടു sin 68 ആണ് അല്ലേ. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 68 ആണ്. സോ ഈ ഇക്വേഷനിൽ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 68. സോ sin 68 ഈക്വൽ ടു cos 90 minus 68. 90 minus 68 ഈക്വൽ ടു 90 minus 68 എത്രയാണ്? 22 ഈക്വൽ ടു cos 22. ഓക്കെ, അതായത് sin 68 ഈക്വൽ ടു cos 28. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 cos 22 by cos 22. ക്യാൻസൽ ചെയ്താൽ റിമൈനിങ് 2. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് ടേം 2 ആയിട്ട് റെഡ്യൂസ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ടേം നോക്കാം. സെക്കൻഡ് ടേം എന്താണ്? 2 cot 15 by tan 75. ഓക്കെ, നമുക്കിവിടെ ഒന്നെങ്കിൽ കോട്ടിനെ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ടാനിനെ കൺവേർട്ട്. നമുക്കിവിടെ കോട്ടിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വി നോ ദാറ്റ് cot theta is equal to tan 90 minus theta. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? cot 15 ആണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 15. സോ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 15. ഈ ഇക്വേഷനിൽ തീറ്റ ഇസ് ഈക്വൽ ടു 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cot 15 ഇസ് ഈക്വൽ ടു tan 90 മൈനസ് തീറ്റ 15 അല്ലേ. 90 minus 15 ഈക്വൽ ടു 90 minus 15 എത്രയാണ്? tan 75. ഓക്കെ, അതായത് cot 15 is equal to tan 75 എന്ന് കിട്ടി അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 tan 75 by tan 75. ഓക്കെ, അപ്പോൾ ഈ ടേമും റെഡ്യൂസ് ടു 2. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ടേം. ഇവിടെ tan 40യും tan 50യും എങ്ങനെ ക്യാൻസലായി പോകുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ tan 40 ഇൻറ്റു tan 50. ഇതിന് നമുക്ക് ഈക്വൽ ടു tan 40 ഇൻറ്റു 1 by cot 50 എന്ന് എഴുതാം അല്ലേ. എന്തുകൊണ്ടാണ്? tan തീറ്റ ഇസ് ഈക്വൽ ടു 1 by cot തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? tan 50 ഇസ് ഈക്വൽ ടു 1 by cot 50 ആണ്. ഈക്വൽ ടു tan 40 by cot 50. ഓക്കെ, ഇനി നമ്മൾക്ക് ടാനിനെ കൺവേർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ടാനിനെ കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോട്ടിനെ കൺവേർട്ട് ചെയ്യാം. ടാനിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വി നോ ദാറ്റ് tan തീറ്റ ഇസ് ഈക്വൽ ടു cot 90 മൈനസ് തീറ്റ. ഓക്കെ, സോ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് tan 40 ആണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 40. സോ tan 40 ഇസ് ഈക്വൽ ടു cot 90 മൈനസ് 40 ഈക്വൽ ടു cot 50. tan 40 is equal to cot 50. So cot 50 by cot 50 equal to 1 അല്ലേ. രണ്ടും ക്യാൻസലായി പോയി. ഓക്കെ, അപ്പോൾ tan 40 ആൻഡ് tan 15 നമുക്ക് ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് -3 tan 45 ആണ്. tan 45ൻ്റെ വാല്യൂ എത്രയാണ്? 1. ഓക്കെ, ദാറ്റ് ഇസ് -3 ഇൻറ്റു 1. ഓക്കെ,
നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ആംഗിൾസിൽ വരുന്ന തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഈ പാറ്റേണിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ 9th ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ തീറ്റ പ്ലസ് 24 is equal to cos theta where theta plus 24 is an acute angle, then find the value of theta. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ഫൈ. ഓക്കെ, ഈ ആർ എച്ച് എസിലും എൽ എച്ച് എസിലും ഉള്ളത് സൈനാണ്, പക്ഷേ ഇവിടെ തീറ്റയാണ്, ഇവിടെ ഫൈ ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ ആയിരിക്കും. ഓക്കെ, ഈ കൺസെപ്റ്റിലാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ് ഗിവൻ? സൈൻ തീറ്റ പ്ലസ് 24 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ഓക്കെ, ഇവിടെ എൽ എച്ച് എസ് സൈനിലും ആർ എച്ച് എസ് കോസിലുമാണുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ എയിം എന്താണ്? ഇത് ഒന്നെങ്കിൽ രണ്ടും സൈനിലാക്കാം, അല്ലെങ്കിൽ രണ്ടും കോസിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾസ് സെയിം ആയിരിക്കും എന്ന്, അല്ലേ? അങ്ങനെ നമുക്ക് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതായത് നമുക്കിവിടെ കോസിനെ കൺവേർട്ട് ചെയ്യാം, കാരണം ഇവിടെ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ, അല്ലേ? സൈനിലാണെങ്കിൽ തീറ്റ പ്ലസ് 24 എന്നുണ്ട്. അപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസ് തീറ്റനെ കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, ഇൻ ടേംസ് ഓഫ് സൈൻ ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ സൈൻ 90 മൈനസ് തീറ്റയാണ്, അല്ലേ? അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റയാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സൈൻ തീറ്റ പ്ലസ് 24 ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ എന്താണ്? സൈൻ, ഇഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? സൈൻ തീറ്റ പ്ലസ് 24 ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ എന്നാണ് കിട്ടിയത്, വിച്ച് ഇംപ്ലൈസ് ആംഗിൾസ് സെയിം ആയിരിക്കും. 24 ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ. ഇവിടെ ഒരു അൺനോണേ ഉള്ളൂ, അല്ലേ? അപ്പം തീറ്റേനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എൽ എച്ച് എസിലേക്ക് എടുക്കാം. തീറ്റ പ്ലസ് തീറ്റ മൈനസ് തീറ്റ ബിക്കംസ് പ്ലസ് തീറ്റ, അല്ലേ? 90 മൈനസ് 24, that is 2 theta is equal to 66. 90 minus 24 is 66. So theta is equal to 66 by 2 is equal to 33. Okay, simple alle. 10th question, if sec 4a is equal to cosec a minus 20 where 4a is an acute angle, find the value of a. Okay, so ഇവിടെ sec 4a is equal to cosec a minus 20. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തിനെ സീക്കിനെ കൺവേർട്ട് ചെയ്യാം, അല്ലേ? കാരണം സീക്കിൽ 4a മാത്രമേ ആംഗിൾ ഉള്ളൂ, ഇവിടെ a minus 20 ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി സീക്കിനെ കൺവേർട്ട് ചെയ്യാം. സോ സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു കോസീക്ക് 90 മൈനസ് തീറ്റ, അല്ലേ? അപ്പോൾ ഇവിടെ put theta is equal to 4a. So sec 4a is equal to cosec 90 minus 4a. Theta എന്ന് പറഞ്ഞാൽ 4a, അല്ലേ? ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cosec 90 minus 4a is equal to cosec a minus 20. ഓക്കെ, അപ്പം ഇത് രണ്ടും കൊസീക്കിലാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് സെയിം ആയിരിക്കും. 90 മൈനസ് 4a ഇസ് ഈക്വൽ ടു a മൈനസ് 20. നമുക്ക് 20നെ എൽ എച്ച് എസിലേക്ക് എടുക്കാം. 90 പ്ലസ് 20 ആവും, ഈക്വൽ ടു a. നെഗറ്റീവ് 4aനെ ആർ എച്ച് എസിലേക്ക് എടുക്കാം. സോ പ്ലസ് 4a. ഓക്കെ, 90 പ്ലസ് 20 110 ഈക്വൽ ടു 1a പ്ലസ് 4a. 1 plus 4, 5a. Okay, implies a is equal to 110 by 5. 22. ഈ പാറ്റേണിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇഫ് tan 2a is equal to cot a minus 18 where 2a and a minus 18 both are acute angle,
ഇതെന്തുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ കൊടുക്കുക? എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ട് അല്ലെ, അക്യൂട്ട് ആംഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അക്യൂട്ട് ആംഗിൾസ് ആണെങ്കിൽ മാത്രമേ കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, നൗ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഈ ക്വസ്റ്റ്യൻ 2020-ലും 2018-ലും വന്ന ക്വസ്റ്റ്യൻ ആണ്. 22 മാർക്സിലും 3 മാർക്സിനുമായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇവിടെ എന്താണ് ഗിവൻ? tan 2a is equal to cot a minus 18. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം എന്താണ്? ഒന്നുകിൽ ഇത് രണ്ടും ടാനിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും കോട്ടിലായിരിക്കണം അല്ലേ. സോ നമുക്കിവിടെ ഈ tan 2a കോട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം ഇവിടെ ആംഗിൾ 2a മാത്രമാണ്. സോ നമുക്ക് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആണെങ്കിലോ a മൈനസ് 18 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2a കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിന് tan തീറ്റ ഇസ് ഈക്വൽ ടു cot 90 മൈനസ് തീറ്റ. സോ ഇവിടെ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 2a അല്ലേ. 2a tan 2a ആണ്. സോ tan 2a ഈക്വൽ ടു cot 90 മൈനസ് തീറ്റ ഈക്വൽ ടു 2a. ഓക്കെ, അപ്പം tan 2a പ്ലേസിൽ നമുക്ക് cot 90 മൈനസ് 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cot 90 മൈനസ് 2a ഈക്വൽ ടു cot a minus 80. Okay, so we know that if cot theta is equal to cot 5, അങ്ങനെയാണെങ്കിൽ theta is equal to 5 ആയിരിക്കും. That implies 90 minus 2a equal to a minus 80. Okay, 90 minus 18 നമുക്ക് LHSലേക്ക് എടുക്കാം. So minus 18 becomes plus 18 equal to a minus 2a RHSലേക്ക് എടുക്കാം. It becomes plus 2a. 90 plus 18 108 equal to a plus 2a 3a. Okay, so a is equal to 108 by 3. 108 by 3 equal to 36. So a equal to 36 degree. Next, the value of theta for which sin 44 plus theta is equal to cos 30 is 1 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, given sin 44 plus theta is equal to cos 30. ഓക്കെ, അപ്പം നമ്മൾ എയിം എന്താണ്? ഇത് രണ്ടും ഒന്നെങ്കിൽ സൈൻ ഫോമിൽ എഴുതുക, അല്ലെങ്കിൽ കോസ് ഫോമിലാക്കുക. ഇവിടെ സൈനിന് ആംഗിൾ 44 പ്ലസ് തീറ്റ എന്നാണ്, കോസിനാണെങ്കിൽ 30 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോസിനെ കൺവേർട്ട് ചെയ്യാം അല്ലേ. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. ഓക്കെ, സോ ഇവിടെ കോസ് 30 ആണ്. സോ പുട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 30. That is cos 30 equal to sin 90 minus 30. Sin 90 minus 30 is sin 60. Okay, അപ്പോൾ cos 30 പ്ലേസിൽ sin 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is sin 44 plus theta is equal to sin 60 അല്ലേ. അപ്പം ഇവിടെ sin theta is equal to sin 5 implies theta is equal to 5. Okay, so 44 plus theta is equal to 60. So theta is equal to 60 minus 44 equal to 16 degree. Okay, ഇത് MCQ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഓപ്ഷൻ. അപ്പം ആൻസർ എന്നാണ് ഓപ്ഷൻ സി, 16 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് എ ഇഫ് tan 2a is equal to cot a minus 24. 1 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ടാനിനെ കൺവേർട്ട് ചെയ്യാം അല്ലേ, കാരണം ഇവിടെ ആംഗിൾ 2a മാത്രമേ ഉള്ളൂ. സോ ടാനിനെ കൺവേർട്ട് ചെയ്യാം. tan തീറ്റ is equal to cot 90 minus തീറ്റ. Put theta equal to ഇവിടെ tan 2a ആണ്. So 2a tan 2a equal to cot 90 minus 2a അല്ലേ. അപ്പോൾ
ടാൻ 2a പ്ലേസിൽ കോട്ട് 90 മൈനസ് 2a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് കോട്ട് 90 മൈനസ് 2a ഈക്വൽ ടു കോട്ട് a മൈനസ് 24. കോട്ട് a മൈനസ് 24. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോട്ടിലാണുള്ളത്. സോ ആംഗിൾ സെയിം ആയിരിക്കും. 90 മൈനസ് 2a ഇസ് ഈക്വൽ ടു a മൈനസ് 24. 90 പ്ലസ് 24. 90 പ്ലസ് 24 ഇസ് ഈക്വൽ ടു a പ്ലസ് 2 പ്ലസ് 2a. ഓക്കെ, 90 പ്ലസ് 24 ഇസ് 114 ഈക്വൽ ടു 3a. So a is equal to 114 by 3 equal to 38 degree. Okay. Next question. If A, B and C are interior angles of a triangle ABC, then show that cos B plus C by 2 equal to sin A by 2. Okay. So given A, B and C are interior angles of a triangle ABC. The ABC എന്നുള്ളൊരു triangle consider ചെയ്യുക. Interior angle A, interior angles are A, B and C. അല്ലേ? So angle A plus angle B plus angle C equal to 180 degree. അല്ലേ? റീസൺ എന്താണ്? Angle sum property. ഓക്കെ, അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 90 ഡിഗ്രി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ 90 ഡിഗ്രി ആക്കണം. ഓക്കെ, സോ എന്തായിരിക്കും സ്റ്റെപ്പ്? ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 90 ഡിഗ്രി ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ബൈ 2 ഈക്വൽ ടു 180 by 2. Dividing both side by 2. Okay, so that angle A by 2 plus angle B by 2 plus angle C by 2 equal to 180 by 2 is 90 degree. Okay, ഇനി ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കോസ് ബി പ്ലസ് സി ബൈ 2 അല്ലേ? ബി പ്ലസ് സി ബൈ 2 ഒരു സൈഡിലും ഒരു സൈഡിൽ എ ബൈ 2 അങ്ങനെ എഴുതാം. ബി പ്ലസ് സി ബൈ 2നെ നമുക്ക് എൽ എച്ച് എസിൽ വെക്കാം, എ ബൈ 2നെ നമുക്ക് ആർ എച്ച് എസിലേക്ക് എടുക്കാം. സോ ആംഗിൾ ബി ബൈ 2 പ്ലസ് ആംഗിൾ സി ബൈ 2 ഇസ് ഈക്വൽ ടു 90 മൈനസ് ആംഗിൾ എ ബൈ 2. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? കോസ് ബി പ്ലസ് സി ബൈ 2 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് സോ കോസ് angle B plus angle C by 2 equal to cos 90 minus angle A by 2. ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കൺസെപ്റ്റ് നേരെ റിവേഴ്സ് ആയിട്ട് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഇഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഫൈ ഇംപ്ലൈസ് തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ. ഇതാണ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തത്. ഇവിടെ എന്താണ്? ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ ആണെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഫൈ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏത് റേഷ്യോ കൊടുത്താലും സെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇത് കൺവേർട്ട് ചെയ്യുക. കോസ് 90 മൈനസ് തീറ്റ. എന്താണ് കോസ് 90 മൈനസ് തീറ്റ? ഈക്വൽ ടു സൈൻ തീറ്റയാണ് അല്ലേ? സോ കോസ് 90 മൈനസ് ആംഗിൾ എ ബൈ 2 എന്തായിരിക്കും? സൈൻ എ ബൈ 2. സോ കോസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ബൈ 2 ഈക്വൽ ടു സൈൻ ആംഗിൾ എ ബൈ 2. ഓക്കെ, ഇതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.